ഹായ് ഗൈസ്, കൃഷിയിടത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കരിമ്പിൽ നിന്ന് എങ്ങനെയാണ് ശർക്കര ഉണ്ടാക്കണമെന്നാണ് കാണാൻ പോകുന്നത്. ഒത്തിരി കൂട്ടുകാർ സബ് ചെയ്യുന്നില്ല, പക്ഷെ വീഡിയോ കാണുന്നുണ്ട്. എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ വീഡിയോ മുഴുവൻ കണ്ടു തീർക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ കമൻ്റ് ഇട്ട് എന്താണോ നിങ്ങളുടെ ആവശ്യം അതനുസരിച്ച് പറയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മളിവിടെ ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? നമ്മുടെ ഫോർഫാദേഴ്സ് ഏതാണ്ട് 120 വർഷത്തോളമായി നമ്മളെ ഈ കൃഷിയുടേതായ ഈ കരിമ്പ് കൃഷി. ആദ്യത്തെയൊക്കെ നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ ഒക്കെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ വളരെ ചെറിയ രീതിയിൽ മീൻസ് ഈ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടൊന്നും അധികം ഉണ്ടാക്കരുത്. ഇപ്പം നമ്മളൊക്കെ ഇവിടെ കൃഷിക്കാരായിട്ടല്ല, ഞാൻ വിദേശത്തുള്ള ആളാണ്. പിന്നെ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു കൃഷി ആയതുകൊണ്ട് ഞാനതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നെന്നുള്ളേ ഉള്ളൂ. ഇതാദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം കുരുക്കിയിട്ട് വാരം കോരുക ഒരു പ്രൊസീജിയറുണ്ട്. വാരം കോരി തടം കുത്തിയിട്ടാണ് നമ്മൾ ഈ തലക്ക വിടുന്നത്. തലക്ക വിട്ട് കഴിഞ്ഞ് തലക്ക പിടിച്ച് കഴിഞ്ഞിട്ട് അതിന് പിന്നെ 3 ടൈംസ് ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈമിൽ വിത്തെന്ന തലക്ക വന്നാൽ നമ്മുടെ അറിയുന്നത് അതിൻ്റെ മണ്ട. എന്നിട്ട് അതിന് ശരിയായ രീതിയിൽ വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ ഒരു 3 പ്രാവശ്യം നമ്മളതിന് വളമൊക്കെ കൊടുത്ത് ഒരു 9 മാസമൊക്കെ ആകുമ്പോൾ ഒരു കമ്പുമായിട്ട് അത് വെട്ടി ഇവിടെ ചെക്ക് ചോട്ടി കൊണ്ടുവന്ന് അത് മെഷീനിലാട്ടി നീരെടുത്ത് ഇവിടെ ചെമ്പില്ലാത്ത ഇത് ശർക്കരയുടെ പരുവത്തിനാക്കി ഫില്ല് ചെയ്ത് നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. പഞ്ചസാര നമുക്ക് ഇവിടെ നിന്നാണ് എടുക്കുന്നത്? പഞ്ചസാര നമുക്ക് അതിനുള്ള ആ ഒരു പ്രൊസീജിയർ അല്ല, നമ്മൾ ശർക്കര ശർക്കരയെ ഒക്കത്തുള്ളൂ. അല്ലെന്ന് അതിനെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ലാർജ് സ്കെയിലുള്ള ആ മെഷീനും കാര്യങ്ങളും ആ രീതിയിലൊക്കെ നമുക്ക് വേണ്ടി വരും. ഇവിടെ നമ്മൾ ഇപ്പോ ശർക്കര ഇവിടെ ഇത് എത്ര നാളാകുന്ന ഓരോ സീസണിന്റെ കാര്യമാണെന്ന് ചോദിച്ചാലോ മൊത്തത്തിൽ ഇവിടെ ഇപ്പം എൻ്റെ ഓർമ്മയിൽ ഇപ്പം നമ്മുടെ എൻ്റെ ഫാദർ അന്ന് നമ്മൾ ഈ മെഷീൻ ഇവിടെ ഇട്ടത്. അതിന് മുമ്പ് കാളച്ചക്കായിരുന്നു പഴയ കാലത്ത്. അത് കഴിഞ്ഞാണ് നമ്മൾ ഇതിട്ടിട്ട് തന്നെ നമ്മുടെ ഏതാണ്ട് ഒരു 65-70 വർഷമായി. ഫാദർ മരിച്ചു പോയി കഴിഞ്ഞു പിന്നെ ഞാനായി ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഇപ്പൊ സീസൺ ആയിട്ട് വരുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം ഒരു സീസൺ ഒരു നമുക്ക് ഒരു ഡിസംബർ ടു മാർച്ച് വെറൈറ്റി ഇപ്പം നമ്മള് പ്രത്യേക വെറൈറ്റി വല്ല ഉപയോഗിക്കുന്നുണ്ടോ അതോ എങ്ങനെ? കരിമ്പില്ലേ? ആ കരിമ്പ് നമുക്കിപ്പോ ഇവിടുന്ന് ഫാമിൽ നിന്ന് കിട്ടുന്ന ആ തലക്ക പണ്ട് പല രീതിയിലുള്ള കരിമ്പുകളുണ്ടായിരുന്നു. നേരത്തെ ഇപ്പോഴത്തെ ലോക്കലായിട്ടുള്ള പല ഇനങ്ങളുണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം നിന്നുപോയി. ഇപ്പം നമ്മുടെ കല്ലിങ്ക ഫാമിൽ നിന്നും പന്തള ഫാമിൽ നിന്നും കിട്ടുന്ന അവർ തരുന്ന തലക്കം ആണിപ്പോൾ നമ്മൾ ഇടുന്നത്. കൃഷിഭവനിൽ എന്തെങ്കിലും നമുക്ക് അങ്ങനൊന്നും കാര്യങ്ങളൊന്നുമില്ല. സ്വന്തമായിട്ട് നമ്മൾ നഷ്ടമാണ് നമുക്ക് മൊത്തത്തിൽ. കാര്യം ഇത് നമുക്ക് സെയില് നടക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഒരു തോന്നുന്നത്. ഇപ്പൊ നമ്മളിവിടെ ലോക്കലായിട്ട് കൊടുക്കുകയാണോ അതോ എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ ബൾക്കായിട്ട് ഒക്കെ കുറേശ്ശെ വന്ന് എടുത്തുകൊണ്ട് പോകും. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു 6-7 മാസം 7-8 മാസം ഇങ്ങനെ ഇത് കൊടുത്ത് അങ്ങനെ തീർക്കുന്നു. പിന്നെ ഇതിന്റെ വെള്ളത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാണ്? വെള്ളം നമ്മളെ മഴയാണ് പ്രധാനമായിട്ട് ഇതിന് ആശ്രയം. ഇപ്പം കൂടുതൽ നമുക്ക് ഡ്രൈ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പമ്പ് വെച്ചിട്ട് വെള്ളം അടിച്ചിരുന്നാണ്. എത്ര സ്ഥലമുണ്ട് മൊത്തത്തിൽ? നമുക്ക് ഏതാണ്ട് ഒരു 10-11 ഏക്കറുണ്ട് മൊത്തം സ്വന്തം. നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉണ്ട്, എൻ്റെ ബ്രദേഴ്സിന്റെ ഉണ്ട്. അതെല്ലാം ഞാനായപ്പോൾ നടത്തുന്നു. ജോലി ചെയ്യാനായിട്ട് നമ്മളെ കുടുംബക്കാർ തന്നെയാണോ അതോ എങ്ങനെ? ലേബേഴ്സ് വിളിക്കും? ആരുമില്ല. ഇപ്പൊ എല്ലാം ഇവര് എല്ലാം നോർത്ത് ഇന്ത്യ അല്ല, ബംഗാളിൽ നിന്ന് വന്നവരാ. ഇവരെല്ലാം ലോക്കലായിട്ട് ഒരു 4-5 ലേഡീസ് ഉണ്ട്. അത് ക്ലീൻ ചെയ്യാനായിട്ട് കരിമ്പ് വെട്ടി ക്ലീൻ ചെയ്യാനായിട്ട്. ഇപ്പൊ കരിമ്പ് ഇപ്പൊ നമ്മളെ ഫീൽഡിൽ നിന്ന് മാത്രമാണ് എടുക്കുന്നത്? നമ്മുടെ സ്വന്തമായിട്ടുള്ള കരിമ്പാണ്. ഓരോ കാര്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നടന്നാൽ അത് കാണാം. എന്നാ പിന്നെ അങ്ങോട്ട് പോകാം. ഒന്ന് പറഞ്ഞു തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ നമ്മൾ എത്ര മണി വരെ തുടങ്ങും? 8 മണി വരെ 12 വരെ. 12. ഓ, ഇതിന്റെ ഇടയിൽ ഇവിടെ പറിക്കുന്ന അവിടെ ചെയ്തോണ്ടിരിക്കും. വണ്ടി തുറന്നുകൊണ്ട് ആ വണ്ടിക്കകത്ത് ഇടുക. എന്നിട്ട് അവിടെ കൊണ്ടുപോയി നീരെടുത്ത് നേരെ അതിലോട്ട് പോവാം, ചെമ്പിലോട്ട്. ഇതിപ്പോ എത്ര ദിവസമായി കാണും തുടങ്ങിയിട്ട് നമ്മൾ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ മുറിച്ച് തുടങ്ങിയിട്ട്? ഒരാഴ്ച 2 മാസം കഴിഞ്ഞ്. 2 മാസം.
3 മാസമായി വെട്ടി തുടങ്ങിയിട്ട്. തീർന്നു. ഇതുകൊണ്ട് 2-3 ദിവസം കൂടെ ഉള്ളൂ. ചൊവ്വാഴ്ച ബുധനാഴ്ച തീരും. 3 മാസം കൊണ്ട് അത് വെട്ടിക്കഴിഞ്ഞ് നടുവാ. അടുത്ത നടുവാ. അടുത്ത് നട്ട് വരുവാ. സ്ഥലം കിട്ടും തോറും നട്ട് വരുവാ. അവിടെ നട്ട് കിളിച്ച് വെക്കുന്നില്ലേ, അതെല്ലാം കിളിച്ച് വെക്കുക. ഇത് കിളിച്ച് വെക്കുക കണ്ടോ. ഒന്ന് വെട്ടനനുസരിച്ച് ഏതെങ്കിലും ഒന്ന് പാകമായി വന്നോണ്ടിരിക്കും. അപ്പൊ 1 വർഷം വേണം ഇതിന്. നമുക്കിവിടെ കുറച്ച് കരിമ്പ് കഴിച്ചോ. നല്ല മരുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശർക്കര വേറെ ഒന്നുമില്ല. കൊള്ളാം. പെട്ടെന്ന് കട്ടിയാണ്. കാണിച്ചോണം. ഓക്കെ.